അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ മൊഡ്യൂൾ 3 ആണ്. ഓക്കെ, അപ്പം മൊഡ്യൂൾ 3 പറയുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു സഹായം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ പറ്റുമോ? ഞാൻ ഇതിൽ കുറേ വർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വർക്കെല്ലാം വേസ്റ്റായി പോകുന്നു എന്നുള്ളൊരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയും മൊഡ്യൂൾ 4 മൊഡ്യൂൾ 5 എല്ലാം അപ്ലോഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം എല്ലാ മൊഡ്യൂളും ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ആകെ ഒരു ദിവസം ഉള്ളൂ എന്ന് എനിക്കറിയാം. അപ്പം അതിൻ്റെ ലിങ്ക് തരണം എന്നുണ്ട്. അപ്പം എല്ലാ മൊഡ്യൂൾസും ഒരുമിച്ച് ഇട്ടിട്ട് ലിങ്ക് തരാമെന്നാണ്. അപ്പം നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്കും സന്തോഷമാവും, എനിക്കും സന്തോഷമാവും. എനിക്കും ഇനി വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കൂടിയായി കണക്കാക്കിയത്. ഓക്കെ, താങ്ക് യു. തുടങ്ങാം. മൊഡ്യൂൾ 3 നമ്മൾ എന്താ പറയുന്നത്? എക്സ്പ്ലെയിൻ ദ കോർ എലമെൻറ്റ്സ് ഓഫ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ്. വീണ്ടും ചോദിച്ചിട്ടുണ്ട് 10 മാർക്കിന്. എക്സ്പ്ലെയിൻ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഡിസാസ്റ്റർ റിസ്ക് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും? ഓക്കെ, അതാണ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ്. Disaster risk management involves a systematic cycle of activities to reduce the impacts of hazards and improve community resilience. അപ്പം എന്താണ് മെയിനായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സൈക്കിൾ ടു റെഡ്യൂസ് ദ റിസ്ക് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഓഫ് ഹാസാർഡ്സ് ആൻഡ് ഇംപ്രൂവ് ദ ഓവറോൾ കമ്മ്യൂണിറ്റി റെസിലിയൻസ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഡിസാസ്റ്റർ റിസ്ക് നമ്മളെങ്ങനെ മാനേജ് ചെയ്യും? ആദ്യം എന്താണ് ഹസാർഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അതിൽ പറ്റുന്ന ഹസാർഡ്സ് എല്ലാം നമ്മൾ കൺട്രോൾ അല്ലെങ്കിൽ പ്രിവെൻഷൻ ചെയ്യണം. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ്, പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേറ്റ്. എന്നിട്ട് ഇനിയും കുറച്ച് ഹസാർഡ്സ് ബാക്കിയുണ്ടല്ലോ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, വിച്ച് ക്യാൻ ലീഡ് ടു ഡിസാസ്റ്റർ. ഇനി അഥവാ ഡിസാസ്റ്റർ വന്നാൽ അതിന് നമ്മൾ പ്രിപ്പയർ ആയി നിൽക്കണം. അതാണ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. ഓക്കെ, പ്രിപ്പയർ ആയി നിന്നു. ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ തന്നെ ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഏർലി വാർണിംഗ് സിസ്റ്റം ലൈക്ക് അലാം ഇതെല്ലാം എല്ലാവർക്കും കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവരെല്ലാവരും അവെയർ ആയിരിക്കും ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വരാണ്ട് പോകുന്നുണ്ട് ഡ്യൂ ടു ദിസ് കൈൻഡ്സ് ഓഫ് ഹസാർഡ്സ്. എന്നിട്ട് ഡിസാസ്റ്റർ വന്നതിന് ശേഷം എന്താണ് റെസ്പോണ്ട്, എങ്ങനെ റെസ്ക്യൂ ടീംസ്, സെർച്ച് മിഷൻസ്, അങ്ങനെ. അപ്പം നമ്മൾ മനസ്സിലായി, ആദ്യം റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്തു, പിന്നെ അതിനെ ഹസാർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം പ്രിവെൻറ്റ് ചെയ്തു, മിറ്റിഗേഷൻ. ഇന്ന് ബാക്കി ഡിസാസ്റ്റർ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ അതിന് പ്രിപ്പയർ ആയി നിന്നു, ഏർലി വാർണിംഗ് സിസ്റ്റം കൊടുത്തു, റെസ്പോൺസ് കൊടുത്തു. ആൻഡ് ആഫ്റ്റർ ഈ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ നമ്മൾ ചെയ്യുന്നതാണ് റെസ്പോൺസ്. ഓക്കെ, ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ഡ്യൂറിങ് ഡിസാസ്റ്റർ ആണ്. പിന്നെ അവസാനം നമ്മൾ റിക്കവർ ചെയ്തു. അപ്പോൾ നമുക്കിതിൽ എന്താ എഴുതിയേക്കുന്നതെന്ന് വായിച്ചു നോക്കാം. ഓക്കെ, റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ അസസ്മെൻറ്റ്. ഐഡൻറ്റിഫൈ ദ ഹസാർഡ്സ്, frequency of that hazard and intensity and past history. Okay, analyze the exposure, people, property. നമ്മൾ പറഞ്ഞല്ലോ എക്സ്പോഷർ നമ്മൾ മൊഡ്യൂൾ 1ലും മൊഡ്യൂൾ 2ലും പറഞ്ഞ. ആൻഡ് വൾണറബിലിറ്റി, ഫൗണ്ടേഷൻ ഫോർ പ്ലാനിങ്. അപ്പോൾ ഈ റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ ഫോർ പ്ലാനിങ് ടു കൺട്രോൾ ദ റിസ്ക് അല്ലേ. നൗ പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേഷൻ, അതിന് നമുക്ക് പറ്റുന്നതെല്ലാം ലോങ് ടേം മെഷേഴ്സ് ടു റെഡ്യൂസ് ദ ഹസാർഡ് ഇമ്പാക്ട്. എത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, ആ ഹസാർഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഹസാർഡിൻ്റെ ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. അതിനാണ് പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ്: ലാൻഡ് യൂസ് റെഗുലേഷൻ, എംപാങ്ക്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക, റെട്രോഫിറ്റിംഗ് ബിൽഡിങ്സ്, എൻഫോഴ്സിങ് നാഷണൽ ബിൽഡിംഗ് കോഡ്സ്. അപ്പം ഇതൊക്കെ നമ്മൾ ഒരു വിധം റിസ്ക് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളാണ്. Preparedness, actions taken before a disaster to ensure effective response. ഓക്കെ, അപ്പോൾ ഈ കറക്റ്റ് റെസ്പോൺസിന് വേണ്ടിയിട്ട് നമ്മൾ ടേക്ക് ചെയ്യുന്ന ആക്ഷനാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, എമർജൻസി പ്ലാനിങ്, ട്രെയിനിങ്, ഡ്രില്ല്, മോക്ക് എക്സസൈസ് ഒക്കെ നമ്മൾ അസംബ്ലിയിലെല്ലാം പോകുമ്പോൾ, ഇപ്പം സ്കൂളിലാണെങ്കിൽ അസംബ്ലിയിലൊക്കെ പോകുമ്പോൾ മോക്ക് ട്രെയിനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇത് നമ്മൾ പ്രിപ്പയർ ആയി നിൽക്കുക. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസാസ്റ്ററോ വല്ലതും വന്നാൽ അതിന് നമ്മൾ പ്രിപ്പയർ ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് മോക്ക് ട്രെയിനിങ്ങും ഡ്രിൽസും മോക്ക് എക്സസൈസും സപ്ലൈസ് എല്ലാം സ്റ്റോക്ക് പൈലും ചെയ്ത് വെക്കണം എന്നൊക്കെ പറയുന്നത്. ഏർലി വാർണിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നതിന് ടു മേക്ക് അവെയർനെസ് കൊടുക്കണം ടു അതേഴ്സ്. റിയൽ ടൈം ഹസാർഡ് മോണിറ്ററിംഗ്, വെതർ ബുള്ളറ്റിൻസ്, അലേർട്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ടു വാൺ കമ്മ്യൂണിറ്റീസ്. ഇനി റെസ്പോൺസ് ഡിസാസ്റ്റർ വന്നിരിക്കട്ടെ, എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യും? റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻസ് that are given during disaster, such as search and rescue, first aid measure എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ്. ഓക്കെ, ഇവാക്വേഷൻ ആൻഡ് റിലീഫ് ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ലൈഫ് സേവിങ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ റെസ്പോൺസിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ്, ഇമ്മീഡിയറ്റ് ആക്ഷൻ, ലൈഫ് സേവിങ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഇനി അതിന് ശേഷമാണ് റിക്കവറി വരുന്നത്. മെല്ലെ റിക്കവറി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് നോർമലിലോട്ട് പോവാണ്. അതായത് റിസ്റ്റോറേഷൻ ഓഫ് ബേസിക് സർവീസസ്, റിപ്പയേഴ്സ്, റീഹാബിലിറ്റേഷൻ ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ,
ഓക്കെ, അതൊക്കെയാണ് റിക്കവറിയിൽ വരുന്നത്. മീഡിയം ടേം ആൻഡ് ലോങ് ടേം റിക്കവറി ഉണ്ട്. രണ്ട് രീതിയിൽ റിക്കവറി നമുക്ക് പറയാം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം. റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ബിൽഡ് ബാക്ക് ബെറ്റർ വിത്ത് സ്ട്രോങ്ങർ ആൻഡ് സേഫർ സ്ട്രക്ചേഴ്സ് അല്ലേ. അപ്പം നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് എന്താണ് ഒരു വെള്ളപ്പൊക്കം വന്നിട്ട് നമ്മളെ ഇത് വന്നു വിചാരിച്ചോ, ഒരു വലിയൊരു കാറ്റ് വന്നിട്ട് നമ്മുടെ വീട് നശിച്ചു പോയി എന്ന് വിചാരിച്ചോ. അപ്പോൾ ആ കാറ്റിനി വരുമ്പോൾ നമ്മളെ വീട് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അടുത്ത പ്രാവശ്യം കെട്ടുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രോങ്ങർ സേഫർ സ്ട്രക്ചേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ കെട്ടുന്നത്. കുറച്ചും കൂടിയും പണം മുടക്കിയാണെങ്കിലും നമ്മൾ സ്ട്രെങ്ത് ഉള്ള സ്ട്രക്ചർ കെട്ടും. ഇംപ്രൂവിങ് റെസിലിയൻസ് ആൻഡ് റെഡ്യൂസിങ് ഫ്യൂച്ചർ റിസ്ക്, അതാണ് റീകൺസ്ട്രക്ഷൻ്റെ മെയിൻ എയിം. ഗ്രൂപ്പ് 2 നമ്മൾ പറയുന്നത് ഡിസാസ്റ്റർ എങ്ങനെ റെസ്പോൺസ്, അതിൻ്റെ ആ റെസ്പോൺസിന് തന്നെ നമ്മൾ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ റെസ്പോൺസ് 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ചോദിച്ചിട്ടുണ്ട് റെസ്പോൺസ് ആക്ഷൻസ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ്. വാട്ട് ആർ ദ മേജർ ഡിസാസ്റ്റർ റെസ്പോൺസ്, എക്സ്പ്ലെയിൻ ഡീറ്റെയിൽസ് വിത്ത് എക്സാമ്പിൾസ് വെച്ച് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ റെസ്പോൺസ് എല്ലാം ഡിസാസ്റ്റർ റെസ്പോൺസിനെ വെച്ചാണ്, നോക്കി നോക്കി എല്ലാം ഡിസാസ്റ്റർ റെസ്പോൺസാണ്. അപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ. അവസാനം സ്റ്റേറ്റ് ദ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ഡ്യൂറിങ് എ ഡിസാസ്റ്റർ സ്റ്റേജ് ആൻഡ് എക്സ്പ്ലെയിൻ, അതും 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ പറയും. അപ്പം ഡിസാസ്റ്റർ റെസ്പോൺസിൻ്റെ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ റെസ്പോൺസിൽ ആദ്യം വരുന്നതിന് ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ എമർജൻസി റെസ്പോൺസ്, അതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു ഡിസാസ്റ്റർ വന്നതിന് ശേഷം സെർച്ച് ആൻഡ് റെസ്ക്യൂ, ആരൊക്കെ എവിടെയൊക്കെ പെട്ടിരിക്കണമെന്ന് അറിയില്ല, അപ്പോൾ അവരെ സെർച്ച് ചെയ്യുന്നു, റെസ്ക്യൂ ചെയ്യുന്നു, ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് കൊടുക്കുന്നു, അവർക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവാക്യുവേറ്റ് ചെയ്യുന്നു, അവർ ഇവാക്യുവേറ്റ് ചെയ്യുന്നതാണ് ടോപ്പ് പ്രയോറിറ്റി. ഫയർ ഫൈറ്റിംഗ്, എമർജൻസി കമ്മ്യൂണിക്കേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണല്ലേ നമ്മൾ ഇമ്മീഡിയറ്റ് റെസ്പോൺസിന് അല്ലെങ്കിൽ എമർജൻസി റെസ്പോൺസിന്. ഇനി റിലീഫ് റെസ്പോൺസ് പറഞ്ഞാൽ ഓക്കെ ഇവരെ കൊണ്ടുവന്നു, ഷെൽട്ടറിലോട്ട് കൊണ്ടുവന്നു, അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ്, വാട്ടർ, മെഡിസിൻ, ഓക്കെ, ടെമ്പററി ഷെൽട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, റിലീഫ് റെസ്പോൺസിൽ വരുന്നതാണ്. എമർജൻസി ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു, റിലീഫ് റെസ്പോൺസിൽ വരുന്നതാണ്. റീസ്റ്റോറിങ് പവർ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനും റിലീഫ് റെസ്പോൺസിൽ വരുന്നതാണ്. റിലീഫിൽ വരുന്നതാണ് റീസ്റ്റോറിങ്, റീഹാബിലിറ്റേഷനിൽ വരുന്നത് എന്താണ്, ഓക്കെ, തിരിച്ച് നോർമൽ കണ്ടീഷനിലോട്ട് വരാൻ ഉള്ള ഒരു തുടക്കമാണ് റീഹാബിലിറ്റേഷൻ. ഓക്കെ, അപ്പോൾ റിപ്പയറിങ് റോഡ്സ്, ബ്രിഡ്ജസ്, സ്കൂൾസ്, റീ എസ്റ്റാബ്ലിഷിങ് ലൈവ്ലിഹുഡ്, സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന, ഇതൊക്കെയാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ വരുന്നത്. തിരിച്ച് നോർമൽ കണ്ടീഷനിലോട്ടുള്ള ആദ്യത്തെ സ്റ്റേജാണ്, ഇനീഷ്യൽ സ്റ്റേജാണ്. ഇനി റീകൺസ്ട്രക്ഷൻ ഫേസ് റെസ്പോൺസിൽ നമ്മൾ തിരിച്ച് വന്നു. എങ്ങനെയാണ്, ബിൽഡ് ബാക്ക് ബെറ്റർ പ്രിൻസിപ്പൾ, ലോങ് ടേം റീബിൽഡിംഗ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഇനി പിന്നെ അങ്ങോട്ടെല്ലാം റീകൺസ്ട്രക്ഷൻ റെസ്പോൺസ് ആണ്. അപ്പോൾ ആദ്യം ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ട്, പിന്നെ കൊടുക്കുന്ന റിലീഫ് റെസ്പോൺസ്, അതായത് ഫുഡും വാട്ടറും ഇതെല്ലാം. ആദ്യം കൊടുക്കുന്നതിന് മറ്റേ ഫസ്റ്റ് എയ്ഡും സെർച്ചും റെസ്ക്യൂ ആണ്. പിന്നെ ഫുഡും വാട്ടറും എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ റീഹാബിലിറ്റേഷൻ, മെല്ലെ നമ്മൾ ആദ്യത്തെ സ്റ്റേജിലോട്ട് തിരിച്ച് നോർമൽ ലിവിങ് കണ്ടീഷനിലോട്ടുള്ള ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജാണ് റീഹാബിലിറ്റേഷൻ റെസ്പോൺസ്. പിന്നെ റീകൺസ്ട്രക്ഷൻ, ലോങ് ടേം റീബിൽഡിംഗ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇനി ഡിസാസ്റ്റർ റെസ്പോൺസ് ആക്ഷൻസ് എന്തൊക്കെയാണ്, ഇതേ സാധനം തന്നെ, ഈ പോയിന്റ്സ് ഒക്കെ വീണ്ടും പറയുകയാണ്. സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ, മെഡിക്കൽ ട്രിയാജ് ആൻഡ് ഫസ്റ്റ് എയ്ഡ്. ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അല്ലേ. അതിൽ മെഡിക്കൽ ട്രിയാജ് എന്ന് പറയുന്ന, അതായത് ആർക്കാണ് മെഡിക്കൽ ഇമ്പോർട്ടൻസ് ആദ്യം കൊടുക്കുക, പ്രയോറിറ്റി ആദ്യം കൊടുക്കേണ്ടത്. അതായത് കുറേ പേര് ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പം മെഡിക്കൽ ആവശ്യമായിട്ട് വരും അല്ലേ. അപ്പം അതിൽ ആരെയാണോ ലൈഫ് ത്രെട്ടനിങ് അവരെയാണ് ആദ്യം ചികിത്സിക്കേണ്ടത്. അതാണ് മെഡിക്കൽ ട്രിയാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫസ്റ്റ് എയ്ഡ്, ഇവാക്യുവേഷൻ ഓഫ് വൾണറബിൾ ഗ്രൂപ്പ്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റിംഗ് ഓഫ് ടെമ്പററി ഷെൽട്ടേഴ്സ്, റീസ്റ്റോറിങ് എസെൻഷ്യൽ സർവീസസ്, റിലീഫ് ഡിസ്ട്രിബ്യൂഷൻ ലൈക്ക് ഫുഡ്, വാട്ടർ, അതൊക്കെ. കോർഡിനേറ്റിംഗ് വോളണ്ടിയേഴ്സ് ആൻഡ് NGOs, ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ നേച്ചർ ഓഫ് റെസ്പോൺസ്, എങ്ങനത്തെ രീതിയിലുള്ള റെസ്പോൺസ് ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താ, ദ ടൈപ്പ് ഓഫ് ഹാസാർഡ് അല്ലേ, എർത്ത് ആണോ, ഫ്ലഡ് ആണോ, ഇൻഡസ്ട്രിയൽ ആക്സിഡൻ്റ് ആണോ, സിവിയറിറ്റി ആൻഡ് മാഗ്നിറ്റ്യൂഡ്, എത്രത്തോളം മാഗ്നിറ്റ്യൂഡാണുള്ള ആ ഹാസാർഡ് വന്നത് അല്ലെങ്കിൽ ആ ഡിസാസ്റ്റർ വന്നത്, സ്പീഡ് ഓഫ് ഓൺസെറ്റ്, എത്ര പെട്ടെന്ന് വന്നു എന്നുള്ളത്. ഓക്കെ, ആക്സസിബിലിറ്റി, ഇപ്പോൾ എർത്ത് കേക്കൊന്നും നമുക്ക് ഇതാക്കാൻ പറ്റില്ല അല്ലേ, ഫോർകാസ്റ്റ് ചെയ്ത് പറ്റണം എന്നില്ല, അത് ചിലപ്പോൾ സഡനായിട്ട് വരുന്ന സംഭവമായിരിക്കും. Accessibility of the affected area, availability of resources such as manpower, transport, supplies, coordination between agencies, രണ്ട് ഏജൻസീസ് തമ്മിലുള്ള കോർഡിനേഷൻ. കാരണം ഡിസാസ്റ്റർ നടക്കുമ്പോൾ കുറേ അടുത്ത് മൊത്തത്തിൽ അങ്ങ് ഇതാവും അല്ലേ. അപ്പോൾ രണ്ട് ഏജൻസി തമ്മിലുള്ള ഇതനുസരിച്ച് കോർഡിനേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ റെസ്പോൺസ് സിറ്റുവേഷൻ നല്ല ആക്കാനും പറ്റും, വേഴ്സ് ആക്കാനും പറ്റും. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പ്രിപ്പയർഡ്നെസ്, വെതർ കണ്ടീഷനും റെസ്പോൺസിൻ്റെ നേച്ചർ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ എഫക്റ്റഡ് പീപ്പിൾ.
റിക്വയർമെൻറ്റ്സ് ഫോർ എഫക്റ്റീവ് റെസ്പോൺസ്. ഒരു എഫക്റ്റീവ് റെസ്പോൺസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം? ഒരു വേൾഡി വാർണിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ടീംസ് സ്റ്റാൻഡ് ബൈന് വെച്ചേക്കണം. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആയിരിക്കണം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നാൽ എല്ലാവരും 4 പേര് 4 വഴിക്ക് പോയാൽ ശരിയാവില്ല. അവരൊരു ഡിസാസ്റ്റർ വന്നാൽ നമ്മൾ പെട്ടെന്ന് അയ്യോ ഇവർ വെള്ളം എടുത്ത് അങ്ങനെയല്ല. നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്താലേ ഇതാക്കാൻ പറ്റുള്ളൂ. ഫോളോ ചെയ്ത് മാത്രമേ ഒരു എഫക്റ്റീവ് റെസ്പോൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്നാലേ നമ്മളെ റിസോഴ്സസ് നമ്മൾ സ്റ്റോക്ക് പൈൽ ചെയ്ത് വെച്ച റിസോഴ്സസ് ഉണ്ടാവുമല്ലോ, വെള്ളവും വാട്ടറും ഫുഡും അവൈലബിലിറ്റി അല്ല, അതിൽ നമ്മൾ വെറുതെ അങ്ങ് വാരിക്കോരി എടുത്ത് കൊടുത്താൽ പിന്നെ കുറച്ച് കഴിയുമ്പം ആൾക്കാർക്ക് കൊടുക്കാൻ ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വെച്ച് ഫോളോ ചെയ്ത് പോയാൽ അത് കുറേ നേരം നിലനിൽക്കും, ആവശ്യമുള്ളവർക്ക് ആദ്യം കിട്ടുകയും ചെയ്യും. റിലയബിൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, adequate supplies such as medicine, food and shelter. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ് ആക്ടിവേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ, ഇൻഫോം ഏജൻസീസ് ആൻഡ് ഡിപ്ലോയ് ടീംസ്, മൊബിലൈസ് സെർച്ച് ആൻഡ് റെസ്ക്യൂ, സെക്യൂർ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് ട്രിയാജ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എയ്ഡും ട്രിയാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാലോ, പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു. ഇവാക്യുവേറ്റ് affected population, coordinate relief logistics, maintain documentation and reporting. ഇനി ഡിസാസ്റ്റർ മിറ്റിഗേറ്റ് ചെയ്യുന്നത് എങ്ങനെ? ഓക്കെ, കൺട്രോൾ ഇതിൽ വരുന്ന കൺട്രോൾ ആൻഡ് മിറ്റിഗേഷൻ. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ മെഷേഴ്സ്. 7 മാർക്കിന് വെച്ചിട്ടുണ്ട്. വീണ്ടും ചോദിച്ചിട്ടുണ്ട് സെയിം സാധനം, വീണ്ടും ചോദിച്ചിട്ടുണ്ട് സെയിം സാധനം 8 മാർക്കിന് വെച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? 5 മാർക്കിന് വെച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഹസാർഡ് ആൻഡ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫങ്ഷൻസ് ഓഫ് ഇക്കോസിസ്റ്റം. ഡിസാസ്റ്റർ മിറ്റിഗേഷൻ, ആദ്യം ടൈപ്സ് ഓഫ് മിറ്റിഗേഷൻ മെഷേഴ്സ്. നമുക്ക് സ്ട്രക്ചറൽ മിറ്റിഗേഷൻ ഉണ്ട്, അതായത് സ്ട്രക്ചർ ഡാമേജ് വന്നതിന് ഇതാക്കാൻ വേണ്ടി ഫിസിക്കൽ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് സൊല്യൂഷനാണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. എംപാങ്ക്മെൻറ്റ്സ്, ഡാംസ് ക്രിയേറ്റ് ചെയ്യുന്നു, റീറ്റെയിനിങ് വോൾസ് പ്രൊവൈഡ് ചെയ്യുന്നു, സൈക്ലോൺ ഷെൽട്ടേഴ്സ്, ഫുഡ് ലീവ്സ്, ഫ്ലഡ് ലെവീസ് പിന്നെ എർത്ത് ക്വേക്ക് റെസിസ്റ്റൻറ്റ് ബിൽഡിങ്സ്. ഓക്കെ, അപ്പം ഇത് ഒരു 4 പോയിന്റ് എഴുതാം. പിന്നെ നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്തൊക്കെയാണ്? പോളിസീസ്, റെഗുലേഷൻ, കമ്മ്യൂണിറ്റി മെഷേഴ്സ്, അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വരുന്നതിന് മുന്നേ, അതായത് ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ ചെയ്യുന്ന കാര്യമാണ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. പിന്നെയും ബാക്കിയുള്ള ഹസാർഡ് തന്നെയാണ് നമ്മൾ പിന്നെ പ്രിപ്പയർഡ്നെസ്സും റെസ്പോൺസും കൊണ്ടെല്ലാം ഇതാക്കുന്നത്. അപ്പം ഒരു ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ ചെയ്യുന്നതാണ് ആ ഹസാർഡിനെ മിറ്റിഗേറ്റ് ചെയ്യുന്നത്. അതാണ് പ്രോപ്പർ പോളിസീസും മറ്റേ ബിൽഡിംഗ് കോഡ്സ് എല്ലാം പറയുന്നത്. റെഗുലേഷൻസ്, കമ്മ്യൂണിറ്റി മെഷേഴ്സ് എല്ലാം നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ്റെ ഇടയിൽ അണ്ടറിലാണ് വരുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലാൻഡ് യൂസ് പ്ലാനിങ്. ലാൻഡ് എവിടത്തൊക്കെ ലാൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചില ലാൻഡൊക്കെ നമ്മളെ എക്സ്പോഷർ കൂടിയ ലാൻഡായിരിക്കും, വൾണറബിൾ ലാൻഡ്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെയൊക്കെ ഫ്ലഡ് വരാനുള്ള സാധ്യത കൂടാ, അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ ഒന്നും പാടില്ല എന്ന് പറയും. പിന്നെ ഇവിടെ അതിന് ചുറ്റുമൊക്കെ കുഴപ്പമില്ല. പിന്നെ എന്താണ് ബിൽഡിംഗ് കോഡ്സ്, അത് ഞാൻ പറഞ്ഞത് നാഷണൽ ബിൽഡിംഗ് കോഡ്സ്, പബ്ലിക് എഡ്യൂക്കേഷൻ, ഇൻഷുറൻസ്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ലോസ്, അതൊക്കെ നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ അണ്ടറിൽ വരുന്നത്. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ നമ്മൾ ഒരു ക്വസ്റ്റൻ കണ്ടില്ലേ, എന്താണ് മിറ്റിഗേഷൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്? എന്താ? ഹസാർഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുന്നു. ബാക്കി ഹസാർഡിനാണ് നമ്മൾ വരുന്ന വഴി കാണാം പ്രിപ്പയർഡ്നെസ് എല്ലാം കൊണ്ട് ഇതാക്കാം, റെസ്പോൺസ് കൊണ്ട് ഇതാക്കാം എന്നെല്ലാം പറഞ്ഞത്. reduce vulnerability, to protect a life and property. Mitigation, disaster mitigation ഓരോന്നാണ്. To minimize economic loss, to improve long-term resilience, to ensure sustainable development. long-term resilience എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഈ ബിൽഡിംഗ് കോഡ്സ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടാണ് ലോങ് ടേം റെസിലിയൻസ് എന്നവർ ഉദ്ദേശിക്കുന്നത്. ഈ നാഷണൽ ബിൽഡിംഗ് കോഡ്സ് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ വീട് വെക്കുകയാണെങ്കിൽ അവിടെ ഡിസാസ്റ്റർ വരാനുള്ള സാധ്യത കുറയും. അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഭാഗത്ത് ഡിസാസ്റ്റർ വരാനുള്ള സാധ്യത കുറയാനനുസരിച്ച് നമുക്ക് കുറേ കാലം നമുക്ക് ആ സ്ഥലത്ത് ജീവിക്കാൻ പറ്റും, അല്ലേ? അതാണ് ലോങ് ടേം റെസിലിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻഷുർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഈക്കോ സിസ്റ്റംസ് ആൻഡ് മിറ്റിഗേഷൻ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈക്കോ സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമ്മൾ മിറ്റിഗേഷൻ? മാംഗ്രൂവ് ചെടി നട്ടാൽ മതി. റെഡ്യൂസ് സൈക്ലോൺ ആൻഡ് സ്റ്റോം സർജ് ഇമ്പാക്റ്റ്. പെട്ടെന്ന് വരുന്ന ആ ഒരു ഇമ്പാക്റ്റിനെ കുറയ്ക്കാൻ മാംഗ്രൂവ്സ് ഇപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ ഫോറസ്റ്റ് എന്ത് ചെയ്യുന്നത്? പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്. വെറ്റ്ലാൻഡ്സ് എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ഫ്ലഡ് വാട്ടർ. കോറൽ റീഫ്സ് എന്താ ചെയ്യുന്നത്? റെഡ്യൂസ് വേവ് എനർജി, അല്ലേ? ആ വേവിൻ്റെ എനർജി, വേവ് പെട്ടെന്ന് വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോറൽ റീഫ്സ് ഒക്കെ കുറേ ഉണ്ടെങ്കിൽ
അവരതിനെ സ്ലോ ഡൗൺ ചെയ്യും. പിന്നെ ഗ്രാസ് ലാൻഡ് എന്താണ് ചെയ്യുന്നത്, നമ്മളെ എന്താണ് മരുഭൂമിയാക്കാതെ സൂക്ഷിക്കും. പ്രിവെൻറ്റ് ഡെസർട്ടിഫിക്കേഷൻ. Disaster relief and international relief organization. Okay, similar questions. Discuss the role of international relief organization in disaster response and recovery. Role of international relief organization. Same സാധനം തന്നെ 7-6 മാർക്കിന്. അവർക്ക് ക്വസ്റ്റ്യൻ പോലും മാറ്റിയിടാൻ വയ്യ. Define relief in context of disaster management. Identify the principles guarding relief 6 മാർക്കിന്. Define relief in the context of design management. ഇവിടെ ക്വസ്റ്റ്യൻ മാറ്റിയിട്ടോ, ജസ്റ്റ് ഇമാരി ഇത് വെട്ടിത്താണ്. ഓക്കെ, ലിസ്റ്റ് എനി 6 ഇൻ്റർനാഷണൽ റിലീഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡിസാസ്റ്റർ റിലീഫ് ഇൻ്റർനാഷണൽ റിലീഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഡിസാസ്റ്റർ നടന്നാൽ ബാക്കി നാഷണൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് എല്ലാം നമ്മൾ അങ്ങോട്ടേക്ക് സഹായം കൊടുക്കും അല്ലേ, സഹായിക്കാൻ വരും. ഇപ്പം നമ്മളെ 2018 ഫ്ലഡ് വന്നപ്പോഴും ബാക്കി നേഷൻസ് എല്ലാം നമ്മളെ സഹായിച്ചായിരുന്നു. അങ്ങനെ പിന്നെ നേഷൻ്റെ അകത്തുനിന്ന് തന്നെ സഹായം വന്നായിരുന്നു. അപ്പം റിലീഫ് എന്ന് പറഞ്ഞാൽ എന്താ? റിലീഫ് റെഫേഴ്സ് ടു ദ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് പ്രൊവൈഡഡ് ടു ദ ഡിസാസ്റ്റർ അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ടു റെഡ്യൂസ് സഫറിങ്, പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പ്രൊവൈഡ് ബേസിക് നീഡ്. അപ്പോൾ ബേസിക് നീഡ് പ്രൊവൈഡ് ചെയ്യാനും ടു പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് ടു റെഡ്യൂസ് സഫറിങ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഈസ് ഗിവൺ ടു ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് റിലീഫ്. റിലീഫിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്താണ്? ഹ്യൂമാനിറ്റി റീസ്റ്റോർ ചെയ്യാൻ. റിലീഫ് എയിംസ് ടു പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് റെഡ്യൂസ് സഫറിങ് വേറെവർ ഇറ്റ് ഒക്കേഴ്സ്. ന്യൂട്രാലിറ്റി. എയ്ഡ് ഈസ് പ്രൊവൈഡഡ് വിത്തൗട്ട് ടേക്കിംഗ് സൈഡ്സ് ഇൻ കോൺഫ്ലിക്ട്സ് ഓർ ഡിസ്പ്യൂട്ട്സ്. ഓക്കെ, അപ്പം എന്താണ്, ഇവന്മാർ ഇന്ന വിഭാഗക്കാരാണ്, ഇവന്മാർക്ക് കൊടുക്കേണ്ട, അങ്ങനെയൊന്നുമല്ല. എയ്ഡ് ഈസ് പ്രൊവൈഡഡ് വിത്തൗട്ട് ടേക്കിംഗ് സൈഡ്സ് ഇൻ കോൺഫ്ലിക്ട്സ്. അവിടെ കോൺഫ്ലിക്ട്സും ഡിസ്പ്യൂട്ട്സും ഒന്നും ഒരു കാര്യമില്ല. ആദ്യം എയ്ഡ്. ഓക്കെ, അവിടെ ഹ്യൂമാനിറ്റിയിലാണ് കാര്യം. ഇംപാർഷ്യാലിറ്റി. അസിസ്റ്റൻസ് ഈസ് ഗിവൺ ബേസ്ഡ് ഓൺ നീഡ് അലോൺ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. അന്ന് ഡിസാസ്റ്റർ സംഭവിച്ച അന്ന് വലിയ ആൾ ചെറിയ ആൾ അങ്ങനെയൊന്നുമില്ല, പാവപ്പെട്ടവർ പണക്കാർ അങ്ങനെയൊന്നുമില്ല, എല്ലാവരുടെയും എല്ലാം പോയി. ഓക്കെ, അപ്പോൾ ഇംപാർഷ്യാലിറ്റി. ടൈംലിനെസ്. Help must reach affected people quickly and efficiently. Accountability. Relief agencies must use the resources responsibly and transparently. റെസ്പോൺസിബിൾ യൂസ് ഓഫ് റിസോഴ്സസ്. കാരണം നമ്മൾ സ്റ്റോക്ക് പൈൽ ചെയ്ത് വെച്ചാലും റിസോഴ്സസ് എന്താണ് ഡിപ്ലീറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ടല്ലേ, കഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ റെസ്പോൺസിബിളായിട്ട് വേണം ഓരോ റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്യാൻ. ഇക്വിറ്റി. ഓൾ അഫക്റ്റഡ് ഗ്രൂപ്പ് ഷുഡ് റിസീവ് ഫെയർ ആൻഡ് ജസ്റ്റ് അസിസ്റ്റൻസ്. ഓക്കെ, ഇക്വാലിറ്റി അല്ല ഇക്വിറ്റിയാണ്, തമ്മിൽ വ്യത്യാസമുണ്ട്. റോൾ ഓഫ് ഇൻ്റർനാഷണൽ റിലീഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇൻ്റർനാഷണൽ റിലീഫ് ഓർഗനൈസേഷൻ്റെ റോൾ എന്താ? ദേ പ്രൊവൈഡ് എമർജൻസി സപ്ലൈസ് സച്ച് എസ് ഫുഡ്, വാട്ടർ ആൻഡ് മെഡിസിൻ. ഇതൊക്കെ നമുക്ക് അറിയുന്നല്ലേ. ഡിപ്ലോയ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീംസ്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീംസ് ഡിപ്ലോയ് ചെയ്യും. പിന്നെ പ്രൊവൈഡ് ടെമ്പററി ഷെൽട്ടേഴ്സ് ആൻഡ് മെഡിക്കൽ കെയർ. അവരും ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യും, മെഡിക്കൽ കെയർ. ഫണ്ട് റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, അതിനുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ലൈക്ക് GIS, ഏർലി വാർണിംഗ് സിസ്റ്റം, ലോജിസ്റ്റിക്സ്. കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ ലോക്കൽ ഏജൻസീസ് ആൻഡ് സപ്പോർട്ട് ലോങ് ടേം റിക്കവറി. അതിന് ഇൻ്റർനാഷണൽ റിലീഫ് ഓർഗനൈസേഷൻസ് സഹായിക്കും. എങ്ങനത്തെ? അപ്പോൾ ഇൻ്റർനാഷണൽ റിലീഫ് ഓർഗനൈസേഷൻസിൻ്റെ എക്സാമ്പിൾസ് ചോദിച്ചാൽ റെഡ് ക്രോസ് കേട്ടിട്ടുണ്ട്, യൂണിസെഫ് കേട്ടിട്ടുണ്ട്, WHO കേട്ടിട്ടുണ്ട്, വേൾഡ് ഫുഡ് പ്രോഗ്രാം, UNDP, അണ്ടറിൽ ഒരു 6 കൂടി കൂടുതലുണ്ട്. പിന്നെ ഇല്ലല്ലേ, പിന്നെ സിമിലർ ക്വസ്റ്റ്യൻസ് ഇൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. അടുത്ത നമ്മൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. 6 മാർക്കിന് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് എന്താണ്? ടാർഗറ്റ് ഓറിയൻറ്റഡ് പ്രിപ്പയർനെസ്സും ടാസ്ക് ഓറിയൻറ്റഡ് പ്രിപ്പയർനെസ്സും എന്താ? ഓക്കെ, അപ്പോൾ പ്രിപ്പയർനെസ് എന്താ? നമ്മളൊരു ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ നമ്മൾ അതിനെ റെസിലിയൻ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് പ്രിപ്പയർ ആയി നിൽക്കണം. നമ്മൾ മോക്ക് ഡ്രില്ലോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തുന്നത് പറയാൻ എന്താണ്? അതിൻ്റെ പ്രിപ്പയർനെസ്സിന് വേണ്ടിയിട്ട് നടത്തുക. അങ്ങനെ ഓക്കെ, അങ്ങനെയാണ്. ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിനെ നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാം. ഒരെണ്ണം ടാർഗറ്റ് ഓറിയൻറ്റഡ് പ്രിപ്പയർനെസ്, മറ്റത് ടാസ്ക് ഓറിയൻറ്റഡ് പ്രിപ്പയർനെസ്. നോക്കാം. പ്രിപ്പയർനെസ് refers to the pre-disaster actions aimed at ensuring effective റെസ്പോൺസിന് വേണ്ടിയിട്ട് ആക്ഷൻസ്, പ്രീ ഡിസാസ്റ്റർ ആക്ഷൻസിനെയാണ് നമ്മൾ പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്. അതൊക്കെ ടൈപ്സ് ഓഫ് പ്രിപ്പയർനെസ് എന്ന് പറയുമ്പോൾ ടാർഗറ്റ് ഓറിയൻറ്റഡ് പ്രിപ്പയർനെസ് ഉണ്ട്, ടാസ്ക് ഓറിയൻറ്റഡ് പ്രിപ്പയർനെസ് ഉണ്ട്. അപ്പം ടാർഗറ്റ് ഓറിയൻറ്റഡ് പ്രിപ്പയർനെസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നു, നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് 0 കാഷ്വാലിറ്റീസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസാസ്റ്ററിന് മുന്നെയാണ് ഇത് ചിന്തിക്കുന്നത്, 0 കാഷ്വാലിറ്റീസ് ആയിരിക്കണം. ഇപ്പോൾ ഒരു ഫുട്ബോൾ കളി, ഒരു ഫുട്ബോൾ മാച്ചിൽ അവരെ ടാർഗറ്റ് എന്തായിരിക്കും? ഒരു ക്ലീൻ ഷീറ്റ് ഇതാക്കണം. അതായത് 2
സൈഡിൽ നിന്നും 0-0 അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ എൻ്റെ ടീം ഒരു ഗോളും കൺസീഡ് ചെയ്യാൻ പാടില്ല, കൺസീഡ് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മളെ ടാർഗറ്റ്. ഓക്കെ, പക്ഷേ മാച്ച് കളിക്കുമ്പോൾ ചിലപ്പോൾ 5 ഗോൾ കയറ്റിയിട്ടുണ്ടാവും അപ്പുറത്തെ ടീം. അതൊന്നും കാര്യമില്ല. പക്ഷേ ടാർഗറ്റ് എന്താണ്? ക്ലീൻ ഷീറ്റ്. എൻ്റെ ഇങ്ങോട്ടേക്ക് ഒരു ഗോളും വരാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ടാർഗറ്റ് ഓറിയൻറ്റഡ് പ്രിപ്പയർനെസ്സിൽ ഒരു ടാർഗറ്റ് ഉണ്ടാവും, 0 കാഷ്വാലിറ്റീസ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തിന് ഇത്രയും എല്ലാ ആൾക്കാരെയും നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യും, അതെല്ലാം ഒരു ടാർഗറ്റാണ്. എന്നാൽ ടാസ്ക് ഓറിയൻറ്റഡ് പ്രിപ്പയർനെസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉള്ള സ്പെസിഫിക് ടാസ്ക്കാണ്. അപ്പോൾ ഉള്ള സ്പെസിഫിക് ടാസ്ക്കാണ്. ഇപ്പം ഫുട്ബോളിൽ ഇതാണെങ്കിൽ ഫുട്ബോളിൽ അതേ ഇത് പറയുകയാണെങ്കിൽ എൻ്റെ അപ്പോൾ ഉള്ള സ്പെസിഫിക് ടാസ്ക് എന്താണ്? ബോൾ തട്ടുക, ഗോൾ അടിക്കുക. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഓറിയൻറ്റഡ് പ്രിപ്പയർനെസ്സിന് ബേസ്ഡ് ഓൺ സ്പെസിഫിക് ഗോൾസ്. ഓക്കെ, 0 കാഷ്വാലിറ്റീസ്, 100% വാർണിംഗ് കവറേജ്, അങ്ങനെയൊക്കെ. പിന്നെ ടാസ്ക് ഓറിയൻറ്റഡ് പ്രിപ്പയർനെസ്സിന് അപ്പോൾ ഉള്ള ബേസ്ഡ് ഓൺ സ്പെസിഫിക് ടാസ്ക് ആണ്. എക്സാമ്പിൾ ഷെൽട്ടർ സെറ്റപ്പ്, അതൊരു ടാസ്ക്കാണ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഓറിയൻറ്റഡിൽ വരില്ല, അത് എൻ്റെ ടാർഗറ്റ് അല്ല. എൻ്റെ ടാർഗറ്റ് എന്താ? ഷെൽട്ടർ സെറ്റപ്പ് എന്തിനാണ്? കാഷ്വാലിറ്റിയും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആൾക്കാരെ ഇവാക്യുവേഷൻ, കംപ്ലീറ്റ് ഇവാക്യുവേഷന് വേണ്ടിയിട്ട്, അതാണ് എൻ്റെ ടാർഗറ്റ്. അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ടാസ്ക് എന്താണ്? ഷെൽട്ടറിനെ സെറ്റപ്പ് ചെയ്യുന്നു, ഇവാക്യുവേഷൻ ഡ്രിൽസ് പ്രൊമോട്ട് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു, ആൻഡ് മെഡിക്കൽ റെഡിനെസ്. അതർ പ്രിപ്പയർനെസ് ആക്ഷൻസ് എന്ന് ഏർലി വാർണിംഗ് സിസ്റ്റംസ് കൊടുക്കുന്നു, റിസോഴ്സിനെ സ്റ്റോക്ക് പൈൽ ചെയ്ത് വെക്കുന്നു, അത് ഡിപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷൻ പ്ലാനിങ് ആൻഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ കോർഡിനേറ്റ് ചെയ്യണം അല്ലേ, സെർച്ചും റെസ്ക്യൂ എല്ലാം. ഒരാൾ അവിടെ പോയി സെർച്ച് ചെയ്യുന്നു, ഒരാൾ ഇവിടെ പോയി സെർച്ച് ചെയ്യുന്നു, പിന്നെ വന്ന് നോക്കുമ്പോൾ ആരും എവിടെ സെർച്ച് ചെയ്തെന്ന് പോലും അറിയില്ല അല്ലേ. രണ്ടുപേരും കൂടി ഒരേ സ്ഥലത്തായിരിക്കും പോയി സെർച്ച് ചെയ്തിട്ടുണ്ടാവുക വേറെ സമയത്ത്. അതൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു കോർഡിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഓക്കെ, ഇനി ഡിസാസ്റ്റർ റിസ്ക് എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം? അത് 8 മാർക്കിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് എക്സ്പ്ലെയിൻ മെഷേഴ്സ് ടു റെഡ്യൂസ് റിസ്ക്. Disaster risk reduction refers to the systematic efforts to minimize vulnerabilities, reduce the hazard impact and enhance resilience. അപ്പോൾ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് എഫേർട്സ് ടു റെഡ്യൂസ് റിസ്ക് ആൻഡ് എൻഹാൻസ് റെസിലിയൻസ്, ഇങ്ങനെ പറഞ്ഞാലും മാർക്ക് കിട്ടും. മെഷേഴ്സ് എന്തൊക്കെയാണ്? ഏർലി വാർണിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് റിസ്കിന് ഒരുവിധം കുറയ്ക്കാൻ പറ്റും. ഹസാർഡ് അല്ലെങ്കിൽ വൾണറബിലിറ്റി മാപ്പ് ചെയ്താൽ റിസ്കിനെ കുറയ്ക്കാൻ പറ്റും. സ്ട്രെങ്തനിങ് ദ ഇൻഫ്രാസ്ട്രക്ചർ റിസ്കിനെ കുറയ്ക്കാൻ പറ്റും അല്ലേ. നമ്മൾ ഡിസാസ്റ്റർ റിസ്കിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. ലാൻഡ് യൂസ് പ്ലാനിങ്, ഏതൊക്കെ ലാൻഡ് ഉപയോഗിക്കണം എന്നനുസരിച്ച് റിസ്കിനെ കുറയ്ക്കാൻ പറ്റും. പബ്ലിക് എഡ്യൂക്കേഷൻ അവയർനെസ് പ്രൊവൈഡ് ചെയ്ത റിസ്കിനെ കുറയ്ക്കാൻ പറ്റും. ഇക്കോസിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്താൽ, അങ്ങനെ നമ്മൾ അറിയാമല്ലോ, മറ്റേ ഇക്കോസിസ്റ്റം പ്രൊട്ടക്റ്റും മാംഗ്രൂവ് ട്രീസ് എല്ലാം വരച്ച് അതിനനുസരിച്ച് കോറൽ റീഫ്സ് എല്ലാം കൊടുത്താലെല്ലാം ഒരു പരിധി വരെ നമുക്ക് റിസ്കിനെയും ഡിസാസ്റ്ററിനെയും എല്ലാം അവിടുന്ന് നമുക്ക് അഭയം നേടാൻ പറ്റും. എമർജൻസി പ്രിപ്പയർനെസ് ആൻഡ് ഡ്രിൽസ്. പ്രോജക്റ്റ് സൈക്കിൾ മാനേജ്മെൻറ്റ്. ഓക്കെ, ഈ പ്രോജക്റ്റ് സൈക്കിൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ബ്രോഡ് ടേം ആട്ടോ. നമ്മൾ മാനേജ്മെൻറ്റിലെല്ലാം പഠിക്കാൻ തോന്നുന്നു, നിങ്ങൾക്കുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പ്രോജക്റ്റ് സൈക്കിൾ മാനേജ്മെൻറ്റ് ഫോർ എഞ്ചിനീയേഴ്സിൽ പഠിക്കുന്നതാണ്. ഇത് എന്തുകൊണ്ട് ഇവിടെ വന്നു? നമ്മളെ റിസ്ക് റിലീഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ട് പ്രോജക്റ്റ് സൈക്കിൾ മാനേജ്മെൻറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഓക്കെ, ഹൗ ഈസ് ദ പ്രോജക്റ്റ് സൈക്കിൾ മാനേജ്മെൻറ്റ് ലിങ്ക് ടു റിലീഫ്? ഇപ്പോൾ പറയാം. പ്രോജക്റ്റ് സൈക്കിൾ മാനേജ്മെൻറ്റ് PCM is linked to relief in the following ways. It helps plan relief activities. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേഷനോടെ കോർഡിനേറ്റഡ് ആയിരിക്കണം, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എല്ലാം വേണമെന്ന്. ഇതിനൊക്കെ ഒരു പ്രോജക്റ്റ് സൈക്കിൾ മാനേജ്മെൻറ്റ് വേണം. പ്രോജക്റ്റ് സൈക്കിൾ മാനേജ്മെൻറ്റ് എന്താ? ദേ സീ ത്രൂ ഫ്രം സ്റ്റാർട്ട് ടു ദ എൻഡ് ഓഫ് ദ ഡിസാസ്റ്റർ. ഓക്കെ, ഡിസാസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തുടങ്ങി എൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രോജക്റ്റ് സൈക്കിൾ മാനേജ്മെൻറ്റ് ഇങ്ങനെ നോക്കും, എവിടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യാനാണ്. ഓക്കെ, ഇവിടെ ഇപ്പം ഡിസാസ്റ്റർ ആണെങ്കിൽ ആ ഡിസാസ്റ്ററിനെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേയും വന്നതിന് ശേഷവും എല്ലാം കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ പ്രോസസ്സ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിനനുസരിച്ചിട്ട് ചെയ്യലാണ് അവരെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അല്ലെങ്കിൽ അവരെ ഡ്യൂട്ടി. It helps plan relief activities. It defines the objectives and priorities. എവിടെയൊക്കെ പ്രയോറിറ്റീസ് കൊടുക്കണം എന്നുള്ളത് പ്രോജക്റ്റ് സൈക്കിൾ മാനേജ്മെൻറ്റ് PCMൻ്റെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ PCM പറയുന്ന പോലെയാണ്. മോണിറ്റേഴ്സ് പ്രോഗ്രസ് ആൻഡ് ക്വാളിറ്റി. ഇറ്റ് എൻഷുവേഴ്സ് അക്കൗണ്ടബിലിറ്റി. PCM ഈസ് അക്കൗണ്ടബിൾ. ഗൈഡ്സ് റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ.
ആൻഡ് ഇംപ്രൂവ്സ് കോർഡിനേഷൻ ആൻഡ് എഫിഷ്യൻസി. അല്ലേ, ഒരു PCM പ്രോജക്റ്റ് സൈക്കിൾ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, പ്രോപ്പർ കോർഡിനേഷനോടെയും എഫിഷ്യൻസിയോടെ എല്ലാം എന്താ ഓരോ കാര്യങ്ങൾ ചെയ്യും. പ്രോപ്പർ കോർഡിനേഷനോടെ കാര്യങ്ങൾ ചെയ്യും, അത് കാരണം എഫിഷ്യൻസി കൂടും. പിന്നെന്താ ഡിസാസ്റ്റർ പ്രിവെൻഷൻ. എങ്ങനെ നമ്മൾ ഡിസാസ്റ്റർ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ പ്രിവെൻഷൻ എന്താണ്? അവോയ്ഡിങ് ഡെവലപ്മെൻറ്റ് ഇൻ ഹസാർഡസ് സോൺ, പിന്നെ എൻഫോഴ്സിങ് കൺസ്ട്രക്ഷൻ റെസ്ട്രിക്ഷൻ, ബിൽഡിംഗ് കോഡ്സ് എക്സെട്ര, റെഡ്യൂസിങ് ഇൻഡസ്ട്രിയൽ റിസ്ക്സ്, ബാനിങ് അൺസേഫ് പ്രാക്ടീസസ് എന്തുണ്ടെങ്കിലും അത് ബാൻ ചെയ്യുക. മെയിൻറ്റെയിനിങ് നാച്ചുറൽ ബഫേഴ്സ് ലൈക്ക് മാംഗ്രോവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, വെറ്റ്ലാൻഡ്സും മാംഗ്രോവ്സ് എല്ലാം നാച്ചുറൽ ബഫേഴ്സാണ്. ബഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഡിലേ ചെയ്യും അല്ലെങ്കിൽ ഇത് സ്ലോ ഡൗൺ ചെയ്യും. പിന്നെ ടാർഗറ്റ് ഓറിയൻറ്റഡ്, ടാസ്ക് ഓറിയൻറ്റഡ് പ്രിപ്പയർനെസ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. ടാർഗറ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു ഔട്ട്കം ഗോൾ ഉണ്ട്, 0 കാഷ്വാലിറ്റി എന്ന് പറയുന്നത് എക്സാമ്പിൾ. ടാസ്ക് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷെൽട്ടർ സെറ്റപ്പ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മളൊരു ടാസ്ക്കാണ്, സ്പെസിഫിക് ആക്ഷൻസിനെ ഫോക്കസ് ചെയ്യും. ബോത്ത് എയിം ടു സ്ട്രെങ്തൻ ദ പ്രിപ്പയർനെസ്. ബേസിക്സ് പ്രിപ്പയർനെസ്സിനാണ് ടാർഗറ്റ് ഓറിയൻറ്റഡ് പ്രിപ്പയർനെസ്സും ടാസ്ക് ഓറിയൻറ്റഡ് പ്രിപ്പയർനെസ്സാണ്. പ്രിപ്പയർനെസ്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ബേസിക് സ്റ്റെപ്സ് ഓഫ് സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്തൊക്കെയാണ്? അസസ് ആൻഡ് സെക്യൂർ ദ സീൻ, protect the rescuers and victims, locate and rescue trapped persons, provide first aid and stabilize, move victims to the safe zone അല്ലെങ്കിൽ shelters. Okay. 6 public health services in disasters. പബ്ലിക് ഹെൽത്ത് സർവീസസ് 6 പറയാൻ പറഞ്ഞാൽ സേഫ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഒരു പബ്ലിക് ഹെൽത്ത് സർവീസാണ്. പിന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് ന്യൂട്രീഷൻ ഒരു പബ്ലിക് ഹെൽത്ത് സർവീസാണ്. സാനിറ്റേഷൻ ഹൈജീൻ വെരി ഇമ്പോർട്ടൻറ്റ് പബ്ലിക് ഹെൽത്ത് സർവീസാണ്. ഡിസീസ് സർവൈലൻസ് എന്താണ്? ഡിസീസ് സ്പ്രെഡ് ചെയ്യാനുള്ളത് ഭയങ്കര എന്താണ് പ്രോമിനൻ്റ് ആണ്. ഡിസീസ് സ്പ്രെഡ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം അതിനെ സർവൈലൻസും കൺട്രോളും ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇറ്റ് കംസ് അണ്ടർ പബ്ലിക് ഹെൽത്ത് സർവീസസ്. എമർജൻസി മെഡിക്കൽ സർവീസസ് ആൻഡ് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ. പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ സംഭവിച്ചില്ലെങ്കിലും എന്താ സംഭവിക്കുക? ഡിസീസ് വരും അല്ലേ. ഇംപ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസലിൽ എന്താ വരും? ഡിസീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രിവെൻഷൻ വേഴ്സസ് മിറ്റിഗേഷൻ. പ്രിവെൻഷനും മിറ്റിഗേഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ദ ഡിസാസ്റ്റർ കംപ്ലീറ്റ്ലി. നമുക്കൊരു സാധനം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളതിനെ പ്രിവെൻറ്റ് ചെയ്തു എന്ന് പറയാം. പക്ഷേ മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എഫക്ട്സ് റെഡ്യൂസ് ചെയ്തു. ഇറ്റ് റെഡ്യൂസസ് ദ എഫക്ട്സ് ഇഫ് എ ഡിസാസ്റ്റർ ഒക്കേഴ്സ്. ഓക്കെ. അപ്പോൾ മിറ്റിഗേഷനും പ്രിവെൻഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബാനിങ് ഹൗസസ് ഇൻ ഫ്ലഡ് സോൺസ് വേഴ്സസ് ബിൽഡിംഗ് ഫ്ലഡ് വോൾ. ഓക്കെ. ഒരു ഫ്ലഡ് വോൾ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്താൽ അത് ആ ഫ്ലഡ് വരുന്നതിന് തടയും. അത് നമ്മളെ മിറ്റിഗേഷനാണ്. ഓക്കെ. പക്ഷെ എന്നാലും ചിലപ്പോൾ ആ ഫ്ലഡിൻ്റെ ഒഴുക്ക് കുറഞ്ഞ് മുകളിൽ കൂടെ കയറി വരാം. ഓക്കെ. പക്ഷേ റെഡ്യൂസ് ചെയ്തു നമ്മൾ ഡിസാസ്റ്റർ. ഇവിടെയാണെങ്കിൽ ബാനിങ് ഹൗസസ് ഇൻ ദ ഫ്ലഡ് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫ്ലഡ് സോണിൽ അവിടെ ഹൗസ് പാടില്ല. അപ്പോൾ അവിടെ ഒരു റിസ്ക് ഇല്ല. ഓക്കെ. അപ്പോൾ അവോയ്ഡ്സ് ഡിസാസ്റ്റർ കംപ്ലീറ്റ്ലി. ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ റെസ്പോൺസ്: എമർജൻസി റെസ്പോൺസ്, റിലീഫ് ഓപ്പറേഷൻ, റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ്, റീകൺസ്ട്രക്ഷൻ ആൻഡ് ലോങ് ടേം റിക്കവറി. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയ പോയിൻറ്റ്സ് ഒക്കെ തന്നെയാണ് അല്ലേ. ഇനി 6 ഇൻ്റർനാഷണൽ റിലീഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന 3 ആദ്യം ചെയ്താൽ റെഡ് ക്രോസ്, റെഡ് ക്രസൻറ്റ്, WHO, യൂണിസെഫ്. ഇതൊക്കെ നമുക്കറിയാം. പിന്നെ ഒരു അണ്ടർ ഉണ്ടായിരുന്നല്ലോ, അയ്യോ അത് കാണാനില്ല. ഓക്കെ. അണ്ടർ ഇല്ലാത്ത അണ്ടർ. പിന്നെ അൺഹച്ചസ്, അത് ശരി, HC എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറെ ഒരുത്തൻ. ഓക്കെ. അപ്പോൾ അത് അടുത്തത്. ഇപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇപ്പോൾ നമുക്ക് 5 കിട്ടി. 1, പിന്നെ നമ്മൾ അണ്ടർ 2, 3, 4, 5, പിന്നെ ഒരുത്തനും കൂടി അണ്ടപ്പ്, പിന്നെ WFP. ഓക്കെ. പിന്നെ WHO ഉണ്ട്. ഇതിൻ്റെ എല്ലാം ജസ്റ്റ് ഒന്ന് ഫുൾ ഫോം ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. ഇതെല്ലാം ഓരോരോ റിലീഫ് ഓർഗനൈസേഷനാണ്, ഇൻ്റർനാഷണൽ റിലീഫ് ഓർഗനൈസേഷനാണ്. സൈക്കോ സോഷ്യൽ സപ്പോർട്ട് എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന്. ഓക്കെ. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചെടുത്ത് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് കൗൺസിലിംഗ് റെഡ്യൂസസ് ട്രോമ, ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്സസ്. ഓക്കെ. ഇറ്റ് എൻകറേജസ് കമ്മ്യൂണിറ്റി റിക്കവറി ആൻഡ് ഹെൽപ്സ് വിക്ടിംസ് സ്റ്റെബിലൈസ് മെൻ്റലി. എക്സ്പ്ലെയിൻ സൈക്കോ സോഷ്യൽ സപ്പോർട്ട്, അങ്ങനെ എന്തായിരുന്നു ക്വസ്റ്റൻ. ഓക്കെ. അല്ലെങ്കിൽ ഡിസ്ക്രൈബ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട്. അപ്പോൾ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് കൗൺസിലിംഗ് ആണ്. സൈക്കോ സോഷ്യൽ സപ്പോർട്ട് റെഡ്യൂസസ് ട്രോമ, ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്, എൻകറേജസ് കമ്മ്യൂണിറ്റി റിക്കവറി ആൻഡ് ഹെൽപ്സ് വിക്ടിംസ് സ്റ്റെബിലൈസ് മെൻ്റലി. ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു. ആക്ഷൻസ് വിച്ച് ആർ ടേക്കൺ ബിഫോർ ദ ഡിസാസ്റ്റർ. ഇറ്റ് എൻഷുവേഴ്സ് റെഡിനെസ് ഫോർ എഫക്റ്റീവ് റെസ്പോൺസ് ഇഫ് ദ ഡിസാസ്റ്റർ കംസ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് പ്ലാനിങ്, ട്രെയിനിങ്, ഡ്രിൽസ്, മോക്കിംഗ് ഡ്രിൽസ് എക്സെട്ര. റിലീഫിൻ്റെ ഡെഫിനിഷൻ എന്താ?
ഇമ്മീഡിയറ്റ് ഹെൽപ്പ് ആഫ്റ്റർ എ ഡിസാസ്റ്റർ ഹാസ് ഓക്കേർഡ്. ഓക്കെ, പ്രൊവൈഡിങ് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, മെഡിസിൻ, അതൊക്കെയാണ് റിലീഫിൻ്റെ ഇതിൽ വരുന്നത്. എയിംസ് ടു റെഡ്യൂസ് സഫറിങ് ആൻഡ് സേവ് ലൈഫ്. എയിംസ് ടു റെഡ്യൂസ് സഫറിങ് ആൻഡ് സേവ് ലൈഫ്. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ്റെ ഡെഫിനിഷൻ എന്താ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ്റെ ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് എഫേർട്സ് ടു റെഡ്യൂസ് ദ റിസ്ക് അല്ലെങ്കിൽ റെഡ്യൂസ് ദ ഹസാർഡ് ഇമ്പാക്ട്. ഇറ്റ് ഫോക്കസസ് ഓൺ ലോവറിങ് ദ വൾണറബിലിറ്റി. വൾണറബിലിറ്റി എന്താണെന്ന് നമ്മൾ മൊഡ്യൂൾ 1-ലും മൊഡ്യൂൾ 2-ലും പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്. ഫോക്കസ് ഓൺ ലോവറിങ് വൾണറബിലിറ്റി ആൻഡ് ബിൽഡ് ലോങ് ടേം റെസിലിയൻസ്. ഓക്കെ, കണ്ട ഒരൊറ്റ ഒരു ഡെഫിനിഷന് അവർ 3 പോയിൻ്റ് ആക്കി എഴുതി. ഓക്കെ, 3 പോയിൻ്റാണ്, 3 പോയിൻറ്റിനുള്ള മാർക്കും ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ മൊഡ്യൂൾ 3 കഴിഞ്ഞു. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് ബാക്കിയുള്ളതും കൂടി ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും. താങ്ക് യു.